നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദേവഗുരുവായിരിക്കുന്ന ബൃഹസ്പതി അഷ്ടമത്തിൽ നിന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ കർമ്മഫല സൂചനകൾ എന്നുള്ളതാണ്. ആഴത്തിലുള്ളൊരു പരിവർത്തനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം പൂർവ്വജന്മത്തിലെ ഒരുപാട് കടങ്ങൾ ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനുണ്ടാവും. അതുപോലെ തന്നെ നല്ല കഷ്ടപ്പാടുകളും ഒരുപാട് വിജയങ്ങളുണ്ടാവും. ഭൗതികപരമായിട്ടുള്ള വിജയങ്ങളുണ്ടായാൽ പോലും മാനസികമായിട്ടുള്ള ഒരു ഉയർച്ച, ഒരു വളർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് കർമ്മഫലത്തെക്കുറിച്ച് അറിയണം. അതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സഞ്ചിത പ്രാരാബ്ധ കർമ്മങ്ങളിലെ ചില വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു സൂചന തന്ന് മുന്നോട്ട് പോവാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഞാൻ അവസാനം പറയാം. അപ്പം അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എട്ടാം ഭാവത്തിലെ വ്യാഴം, അതിൻ്റെ കാർമിക് ലിങ്കിലെ ഒന്നാമത്തേത് പൂർവ്വജന്മത്തിലെ പുണ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൂർവ്വജന്മത്തിൽ ഒരുപാട് പുണ്യാനുഭവങ്ങൾ കിട്ടിയിട്ടും അത് വേണ്ട പോലെ ഉപയോഗിക്കാതെ പോയ ഒരു കർമ്മഫലമാണ്. നിങ്ങളുടെ സോളിന് ഒരുപാട് സ്പിരിച്വൽ ക്വാളിറ്റീസ് ഉണ്ടാവും, പക്ഷേ അത് പൂർവ്വജന്മത്തിൽ അത് ഉപയോഗിക്കാതെ പോയത് കൊണ്ട് തന്നെ ഈ ജന്മത്തിൻ്റെ ഒരു ട്രാക്കിലേക്ക് വീഴാൻ നല്ല പാടായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ അറിവ് പകർന്നു നൽകിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് കിട്ടിയതോ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെയോ ഒക്കെ സംരക്ഷിച്ചതിനോ ഉള്ള പ്രതിഫലം തന്നെയാണ് വാസ്തവത്തിൽ വ്യാഴം ഒരാളുടെ ജാതകത്തിൽ ബലപ്പെടുക എന്നുള്ളത്. അപ്പം എട്ടിലത് ഇപ്പോൾ ക്ഷേത്രമല്ല, ആധ്യാത്മികത, മനുഷ്യരെ സംരക്ഷിക്കുക, മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരുപാട് പുണ്യപ്രവർത്തികൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തേക്ക്, അതായത് ഭൂലോകത്തിലേക്ക് വന്ന നമ്മുടെ നിയോഗങ്ങളിലെ ഏറ്റവും ഇവിടെ ഒരുപാട് എന്ത് കർമ്മം ചെയ്യാം. ഭൂമി ഒരു നിമിഷം അങ്ങ് പൊട്ടിപ്പോയാൽ ഇനിയിപ്പോൾ ഒന്നും ഒരു കാര്യമില്ല. പക്ഷേ എനർജി ബാക്കിയാവും. നമ്മൾ പറയുന്ന സിദ്ധാന്തങ്ങൾ എല്ലാം ദ്വൈതം തന്നെയാണ്. ഏത് അദ്വൈതമാണെന്ന് പറഞ്ഞാൽ പോലും അത് ആ പറയുന്ന ആ നാമരൂപങ്ങളിലൂടെ പറയുമ്പോൾ അത് ദ്വൈതം തന്നെയാണ്. അത് അനുഭവത്തിലേക്ക് വരുന്നിടം വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവ് പകർന്നു നൽകിയിട്ടുള്ള ഗുരുക്കന്മാരെയോ ക്ഷേത്രങ്ങളോ ഏതോ ആയിക്കോട്ടെ, മില്യൺസ് ഓഫ് പോസിബിലിറ്റീസ് ആണുള്ളത്. അതിൻ്റെ സംരക്ഷിക്കുകയോ അത് കൈകാര്യം ചെയ്തതിൻ്റെയോ ഒക്കെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നോളജ് ഈ അഷ്ടമത്തിലെ വ്യാഴമുള്ളവർക്കുണ്ടാവും. എന്നാൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അഷ്ടമത്തിലേക്ക് അത് വന്നതിൻ്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയോടെ നാളെ ആവട്ടെ എന്ന് വെച്ച് മാറ്റി വെച്ചിട്ട് ജീവിതത്തിൻ്റെ നല്ലൊരു സമയം നാളെ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മളിങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം അത് ചെയ്യാതിരുന്നതിൻ്റെ ജീവിതത്തിൽ കിട്ടിയൊരു അവസരത്തെ കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യാതിരുന്നതിന് നമുക്ക് കിട്ടിയൊരു ധർമ്മത്തെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു ഫലവും കൂടിയാണ്. എന്നാൽ ആ നോളജ് ഉള്ളിലുള്ളത് കൊണ്ട്, ആ അറിവുള്ളത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കഷ്ടപ്പാടും ഉണ്ടാവും, പക്ഷേ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കാർമിക് ലിങ്ക്. അപ്പം എട്ടാം ഭാവത്തിൽ വലിയ അപകടങ്ങളിൽ നിന്നും ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളിൽ നിന്നും വൻ വീഴ്ചകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് കയറി വരാനുള്ളൊരു അതിശക്തമായിട്ടുള്ളൊരു കപ്പാസിറ്റി ഈശ്വരൻ തരും എന്നുള്ളതാണ്. രണ്ടാമത്തതും അറിവിൻ്റെ പാരമ്പര്യം, നിഗൂഢമായിട്ടുള്ള അറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ സോളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒക്കൾട്ട് നോളജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ടുണ്ടാവും. ഭൗതികപരമായിട്ട് നിങ്ങൾ ഈ ജന്മം നേടിയ അറിവുകളും ഇതുമായിട്ട് ചിലപ്പോൾ ടാലി ആവത്തില്ലായിരിക്കും. പക്ഷേ ഇത് രണ്ടും കൂടി എപ്പോഴാണോ ഒന്ന് അംഗീകരിക്കുന്നത്, അതായത് ഭൗതികപരമായിട്ട് ലോജിക്കൽ ബ്രെയിൻ, നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് സെറ്റ് എപ്പോഴാണോ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള കഴിവുകളെ അംഗീകരിച്ച് തുടങ്ങുന്നത്, നിങ്ങളുടെ ജന്മനാൽ കിട്ടിയിട്ടുള്ള ഒക്കട്ട് നോളജുകളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്, അന്ന് മുതൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് മുൻജന്മത്തിൻ്റെ പാതി വഴിയിൽ നിർത്തിയ വിഷയമാണ്. അത് സാധനയിൽ തുടരുക തന്നെ ചെയ്യണം. ഇപ്പോൾ 6-8-12 വ്യാഴം പോയാൽ അപ്പോൾ സാധനയ്ക്ക് ബുദ്ധിമുട്ടാണോ? അങ്ങനെയല്ല, കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം.
കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ടാൽ അത് നടക്കുകയും ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ ജന്മനാ ഉള്ള ആ കഴിവും നിങ്ങൾ ഈ 8-ലെ വ്യാഴം കാരണം ചെന്ന് പെടുന്ന സ്ഥലങ്ങളും ഇടപെട്ടതും ഒക്കെ രണ്ടും രണ്ടതായിരിക്കും. നിങ്ങളുടെ വാസനകളും ഒക്കെ രണ്ട് തലത്തിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ലോജിക്കൽ ഇതും നിങ്ങളുടെ ജന്മനാ ഉള്ള ഇതും തമ്മിൽ ചേരുന്ന ഒരു പോയിന്റ് വരുമ്പോൾ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറി മനസ്സമാധാനം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് അന്യൻ്റെ പണം അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്ത്, പങ്കാളിയുടെ ധനം, ബാങ്ക് ലോണുകൾ, അതൊക്കെ കൈകാര്യം ചെയ്യാനും അതൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നതും, അല്ലെങ്കിൽ ബാങ്കിലെ ജോലി, ബാങ്കിലെ അക്കൗണ്ടൻ്റ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ടൊരു പൂർവ്വജന്മ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നത് ഈ ജന്മത്തിൻ്റെ ഒരു നിയോഗവും കൂടിയാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വവുമാണ്. അതൊരു ഇൻകംപ്ലീറ്റഡ് ഡെപ്റ്റാണ്. അതിനെ കംപ്ലീറ്റ് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ അടുത്ത വരുമോയെന്ന് ചോദിക്കും. അതൊക്കെ വരാം, ഇതാദ്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലം വേറെ പല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ 8-ാം ഭാവത്തിലെ വ്യാഴം മുൻജന്മത്തിൽ നിങ്ങൾ ചെയ്ത ആത്മീയ പുണ്യങ്ങളെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് സരളയോഗം എന്ന് പറഞ്ഞുള്ള ഒരു യോഗത്തെ പറ്റി പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ. സരളയോഗം എന്നാണ്. ഒരു അനവധി യോഗങ്ങളുണ്ട്. അതിൽ ഒരു യോഗമാണ് സരളയോഗം. അപ്പോൾ അതൊരു തരം വിപരീത രാജയോഗമാണ്. അപ്പോൾ അത് പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതങ്ങളെയാണത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യം, അഷ്ടമത്തിലെ വ്യാഴക്കാരെ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുത്വത്തിൻ്റെ പ്രാധാന്യമാണ്. നിഷേധ സ്വഭാവങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല എന്നുള്ള. മുൻജന്മത്തിൽ ഗുരുക്കന്മാരെയോ അറിവിനെയോ ബഹുമാനിച്ചിരുന്നവരാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അവിടെ എവിടെയോ നിഷേധങ്ങൾ വന്നതിൻ്റെ ഫലമായി ഈ ജന്മത്തിൽ നിങ്ങൾക്ക് നിഗൂഢ വിദ്യകളിലും വിഷയങ്ങളിലും താല്പര്യമുണ്ടാവും. എന്നിരുന്നാൽ പോലും അംഗീകരിക്കാനും മറ്റുള്ളവരുടെ വാക്കുകളെ അക്സെപ്റ്റ് ചെയ്യാനുമുള്ളൊരു ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ വീഴ്ചകളിലേക്ക് പോകുന്നത്. ഈ ജന്മത്തിൽ ഗുരുക്കന്മാരെയോ അറിവുകളെയോ നിന്ദിക്കരുത്. ഇപ്പോൾ വന്ദിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിന്ദിക്കരുത്. ഒരു സമയമാകുമ്പോൾ നിങ്ങൾ വന്ദിച്ചോളും. പക്ഷെ വെറുതെ നിന്ദിക്കാൻ നിൽക്കരുത്, അറിവില്ലായ്മ കൊണ്ട്. അതിനെ അതിൻ്റെ വഴിക്ക് കണ്ടങ്ങ് വിട്ടേക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തത് ധനസമ്പാദനം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അന്യൻ്റെ പണം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ സത്യസന്ധത പുലർത്തണം. അതിപ്പം ലോണായിരിക്കാം, പാർട്ട്ണർഷിപ്പായിരിക്കാം, മറ്റു പല കാര്യങ്ങളായിരിക്കാം, വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതായിരിക്കാം, അല്ല ഭാര്യയുടെ ആയിരിക്കാം, എന്തു തന്നെ ആയാലും അതീവ സത്യസന്ധത പുലർത്തണം. അതീവ സത്യസന്ധത പുലർത്തണം. അല്ലെങ്കിൽ അത് വലിയ കർമ്മദോഷമായിട്ട് പിന്നീട് മാറുകയും നിങ്ങളുടെ ദുഃഖത്തിന് കാരണമാവുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം അതിൻ്റെ പുറകിന് പോയി തീരുകയും ചെയ്യും. ചിലപ്പോൾ കേസാവും, വഴക്കാവും, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാവും തീരുകയും ചെയ്യും. അപ്പം അതിൻ്റെ പുറകിന് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം ധനസമ്പാദനം പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ അടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ഒരു ആത്മീയ ഔദത്യം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കുറച്ച് വിനയമുണ്ടാവുന്നത് നല്ലതായിരിക്കും. ഏത് വിഷയത്തിലും നമുക്കെതിരെയുള്ള ആൾക്കാർ ചിലപ്പോൾ പറയുന്ന വിഷയങ്ങൾ പലതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും അതിനെ സമയമറിഞ്ഞ് സംസാരിക്കുക, സഭയറിഞ്ഞ് സംസാരിക്കുക. സംസാരിച്ചും ഇടപെടേണ്ടതാണെങ്കിൽ ഇടപെടുക, സംസാരിക്കാത്തതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബുദ്ധി. തനിക്കെല്ലാം അറിയാം എന്നുള്ള അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട് അഷ്ടമത്തിലെ വ്യാഴക്കാർക്ക്. ഞാൻ കുറേ ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു 35-40 വയസ്സിന് ശേഷം ജീവിതാനുഭവം കൊണ്ടായിരിക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതൊരു അവരുടെ വളർച്ചയെ, അവരുടെ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ വളർച്ച വല്ലാണ്ട് തളർത്തും ഈ അഹങ്കാരം, ഈ അഹംബോധം. അതുകൊണ്ട് വിനയം കൂടെ കരുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അത് കൂടെ കരുതുമ്പം സ്വാഭാവികമായിട്ടും ഒരു മാറ്റം വരും. പിന്നെ പൂർവ്വജന്മത്തിൽ കിട്ടിയ ഭാഗ്യങ്ങളുടെ ദുരുപയോഗമാണ്. ഒരുപാട് പ്രകൃതിയുടെ അനുഗ്രഹത്തെയാണ് നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കുന്നത്. ഭഗൻ എന്നുള്ള ദേവതയാണ്. വൈദികമായിട്ട് പറഞ്ഞാൽ ഭഗൻ എന്ന് പറയുന്ന ദേവതയാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. അതുപോലെ തന്നെ താന്ത്രികമായിട്ട് പറഞ്ഞാൽ വിഷ്ണുവാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പം അത് ദുരുപയോഗം ചെയ്തതിൻ്റെ, കിട്ടിയ ഭാഗ്യങ്ങളെ കൃത്യമായി ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്തതിൻ്റെ ശാപതാപങ്ങളാണ് അഷ്ടമ വ്യാഴം. അതുകൊണ്ട് അതുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും സുഹൃതങ്ങളും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത്, അതായത് നമ്മൾ ജീവിതത്തിൽ പറയത്തില്ലേ, നമുക്ക് കുറച്ച്
അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് ആരോടും പറയാതെ അവരെ സഹായിക്കുക, സഹായങ്ങൾ ചെയ്യുക. ഈശ്വരീയ വിഷയങ്ങളിൽ യോഗ സെൻറ്റർ പോലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സെൻറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരിലേക്ക് ദാനധർമ്മങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം കുറേയൊക്കെ ഭാഗ്യങ്ങൾ ഉണ്ടാവും. വാസ്തവത്തിൽ നമ്മളിവിടാണ്, കേരളത്തിലാണ്. അപ്പം എനിക്ക് കേരളത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പുറത്തുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മിക ആചാര്യന്മാർക്കും ഗുരുകുലങ്ങൾക്കും ഒക്കെ അധികം ദാനം കൊടുക്കാനോ ഒക്കെ മടിയുള്ളത് മലയാളികൾക്ക്. കാരണം ഈ പേരെഴുതി വെക്കത്തില്ലല്ലോ, പറയത്തില്ലല്ലോ, ഇന്ന ആളുടെ വക എന്നൊന്നും എഴുതില്ല. പക്ഷേ പുറത്തുള്ള ആൾക്കാരാണ് ഒരുപാട് പേര് ദാനധർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ മലയാളി ആയതുകൊണ്ടേ പറഞ്ഞു. നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ശബരിമലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് 100 രൂപ എടുത്തിടാൻ നോക്കുമ്പോൾ ഒരു തമിഴനോ അല്ലെങ്കിൽ ആന്ധ്രക്കാരൊക്കെ വന്ന് ഇങ്ങനെ കൈ നോക്കിയിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞ് ഇടുക ചെയ്യുന്നത്. ഇത് ശബരിമലയിലൊക്കെ ചെന്ന് നമുക്കൊരു സ്ഥിരം കാഴ്ചയാണ് അതൊക്കെ. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നതിൻ്റെ അവരുടെ ആ കോൺഫിഡൻസ് എന്താണ്? ഒന്ന് വിശ്വാസം, 2 ആ സമർപ്പണം, 3-മത്തേത് അതുപോലെ തിരിച്ച് കയറും. ദാനമാണത്, അതങ്ങ് കൊടുക്കുകയാണ്. നമ്മൾ ഇത് 100 രൂപ അവിടെ ഇട്ടിട്ട് 100 രൂപ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഭഗവാൻ ഇട്ടതാണ്. പക്ഷേ ഇത് നമ്മുടെ ചിന്ത ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമ്മൾ ആ ഊർജ്ജത്തെ അവിടെ സമർപ്പിക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് പിന്നീട് മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ക്ലാസ്സിനാണെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മൾ ഇടുമ്പം ഈ പുറത്തു നിന്നുള്ളവർ പഠിക്കാനൊക്കെ വരുന്ന സമയത്ത് ഈ ഫീസ് അല്ലാതെ തന്നെ ഒരു ദക്ഷിണ പോലെയോ അല്ലെ സമർപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് വേണ്ടാന്ന് പറയും. ആദ്യം പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഫീസ് ചെയ്യാൻ മേടിക്കുന്നുണ്ട് അതുപോലെ. അപ്പോൾ അവർക്കൊരു സന്തോഷം പോലെയാണ്. അതൊരു നോ എന്ന് പറയുന്നതിന് അവർക്കൊരു സങ്കടം. പക്ഷെ നമ്മളവിടെ എവിടെയെന്ന് പറഞ്ഞാൽ ഫീസ് തന്നാൽ അത് മാക്സിമം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. മലയാളി അങ്ങനെയാണ്. അതൊരു 100 രൂപ കൊടുത്താൽ 250 എങ്ങനെ നമുക്കത് വാങ്ങിച്ചെടുക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ നാടിൻ്റെയും കൂടെ ആയിരിക്കും. ഈ രാഹുവും ശുക്രനും ഒരുപാട് സ്വാധീനിച്ച നാടല്ലേ ഇത്, അതുകൊണ്ടായിരിക്കാം. കാരണം സർപ്പദേശം എന്നാണ് പറയുന്നത് കേരളത്തെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഭഗവാന് വേണ്ട കാര്യങ്ങൾ, തുളസിമാല, നെയ്വിളക്ക് ഇത്യാദി കാര്യങ്ങൾ ചെയ്യുക. ദാനം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ, ഗുരുക്കന്മാരെ, ഒരുപാട് സമ്പത്തുള്ള ഗുരുക്കന്മാരെ എല്ലാവർക്കും നമ്മുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അതല്ല സാധാരണ ആൾക്കാരെ. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിലും ഒരുപാട് പൂജകളൊന്നും ഇല്ലാതെ ഭഗവാനെ മാത്രം സേവിച്ച് നിൽക്കുന്ന ചില മേൽശാന്തിമാരുണ്ടാവും. അവർ ഭഗവാനെ പൂജിക്കുന്നവരെ, അവരെയൊക്കെ ഒരുപാട് പൂജകളൊക്കെ ഉള്ള വലിയ ആൾക്കാരുണ്ട്. അവരെയൊന്നും വേണ്ട. അവരവർ പൂജ വഴിയിലൂടെ അവരവർക്ക് വേണ്ട ധനം അവരുണ്ടായിക്കും. അതല്ല സാധാരണ ക്ഷേത്രങ്ങളിൽ, കുഞ്ഞു ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ദേവതയെ മാത്രം നോക്കി ഇരുന്ന് ആ ഒരു പ്രസാദം തരുന്ന ഒരുപാട് കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. ഒരുപാട് പേര് ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന, ഇന്നത്തെ കാലത്ത് ആ ശമ്പളം കൊണ്ടൊന്നും എങ്ങും എത്തില്ല. പേരിനൊരു തിരുമേനിയാണെന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ അങ്ങനെയൊക്കെയുള്ളവർക്ക്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ കണ്ടാൽ, വലിയ ഉയർച്ചകളൊന്നും ഇല്ലാത്ത വിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു ചെയ്ത് അതിനൊരു വിധം വിചാരിക്കുക അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അതങ്ങ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അന്നദാനം ചെയ്യുന്നതൊക്കെ അഷ്ടമത്തിലെ വ്യാഴത്തിന് വളരെ വിശേഷമാണ്. ഞാൻ പ്രത്യേകിച്ച് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണുക. 8-ലെ വ്യാഴത്തിൻ്റെ ഫലത്തെക്കുറിച്ച് കണ്ട് അത് മനസ്സിലാക്കുക. പിന്നെ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഞ്ഞ വസ്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ മഞ്ഞ പുഷ്യരാഗമൊക്കെ ധരിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. അഷ്ടമത്തിൽ വ്യാഴമുള്ളവർ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ എക്സസൈസ് നിർബന്ധമാണ്. അഷ്ടമത്തിലെ വ്യാഴമുള്ളവർക്ക് അത് ചെയ്യാൻ വേണം. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പരിപ്പുകൾ, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിലും മഞ്ഞ നിറത്തിലുള്ള പരിപ്പുകൾ അല്ലെങ്കിൽ വൻപയർ ഇതൊക്കെ ദാനം കൊടുക്കുന്നതും, മതഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ തന്ത്രഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ അവിടെ പലരും പല ഗ്രന്ഥങ്ങൾ നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് കുഞ്ഞുങ്ങൾക്ക് വായിച്ച് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, അർഹരായിട്ടുള്ളവർക്ക്, ചുമ്മാതെ കൊണ്ടൊന്ന് ഷോയ്ക്ക് വെക്കാനല്ല, അർഹരായിട്ടുള്ളവർക്ക് ഗ്രന്ഥങ്ങൾ കൊടുക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള വകുപ്പ് ചെയ്തു കൊടുക്കുന്നതും, സ്പിരിച്വാലിറ്റിക്ക് അവർക്ക് ഒരു സൈഡിൽ കൂടെ വിദ്യാഭ്യാസം വീട്ടുകാരെല്ലാം ചെയ്തു കൊടുക്കുക, എന്നാൽ പോലും അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്
വളരെ വിശേഷമായിരിക്കും. ഇതൊക്കെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം തീരാൻ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. നമ്മൾ സ്പിരിച്വൽ ആവുക, നമ്മുടെ വ്യക്തിത്വ വികസനം ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 10 പേർക്ക് ജാതി മതമൊന്നുമല്ല കേട്ടോ, അതിനൊക്കെ അപ്പുറമായിട്ട് സമാധാനമായിട്ടിരിക്കാനുള്ള വകുപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്വസ്ഥമായി ഇരിക്കാൻ, അവരെ മനസ്സിലാക്കാൻ, അവരുടെ കൂടെ അവരിയ്ക്കാൻ അവരെ ശീലിപ്പിക്കുക. അതിന് ഇന്ന മതം എന്നൊന്നുമില്ല, ഇതൊന്നും എനിക്കിഷ്ടമല്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഗൈഡഡ് മെഡിറ്റേഷൻ, നമ്മളെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളിലേക്കൊരു ഫോക്കസ്. ഇപ്പോൾ 5 ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ്, അതിനെ അകത്തേക്ക് കൊണ്ടുവരും. മനസ്സും പുറത്തേക്കാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിനെ അകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്. സ്വസ്ഥത എവിടെയാണ്? പുറത്തല്ല. നമ്മുടെ സ്വസ്ഥത ശരിക്കും പുറത്തുനിന്നല്ല പറയണ്ടേ, ഇതെല്ലാം ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വസ്ഥത തന്നെ വരും. അപ്പോൾ അങ്ങനെ സ്വസ്ഥമായൊരു മനസ്സിൽ നിന്നുണ്ടാവുന്ന ആശയങ്ങൾക്കും അത് ചെയ്യാനും ഒരു സ്വസ്ഥതയുണ്ടാവും, അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന കാര്യങ്ങൾക്കും ഒരു സ്വസ്ഥതയുണ്ടാവും. അപ്പം തനിക്കെല്ലാം തികഞ്ഞു എന്നുള്ളൊരു തോന്നലില്ലാതെ ഒരു വിനയത്തോടു കൂടി അത് ചെയ്യുക, വിഷ്ണു പ്രീതി വരുത്തുക എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ദാനദ്രവ്യങ്ങൾ, വ്യാഴത്തിൻ്റെ ദാനദ്രവ്യം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. വ്യാഴത്തിൻ്റെ ഒരു പരിഹാരം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ 9 ഗ്രഹങ്ങളുടെയും വിശദമായിട്ടുള്ള പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എടുത്ത് അതവിടെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി. ഡെയിലി വരുന്ന ഈ വീഡിയോസ് കണ്ട് മാത്രം പോവാതെ അതിങ്ങനെ ഒരു രസം പോലെ ഇങ്ങനെ കണ്ട്, സാറിൻ്റെ വീഡിയോസ് കണ്ട് ഇന്നത്തെ കണ്ടു എന്നൊക്കെ പറയുന്നതിനപ്പുറമായിട്ട് ആ പഠിച്ചത് അവിടെ പോയിട്ട് റെഫറൻസ് പോലെയാണ് ആ വീഡിയോസ് അവിടെ ഇട്ടേക്കുന്നത്. അതിനകത്ത് പോയി അതെടുത്ത് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടെ പഠിച്ച് പല ആവർത്തി പല സമയത്ത് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. എന്നിട്ടത് ജീവിതത്തിൽ ഉപയോഗിക്കുക, മറ്റുള്ളവരെ അതുകൊണ്ട് സഹായിക്കുക. സ്വയം പഠിക്കാൻ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനും കൂടി ആ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ച് മറ്റുള്ളവരെ സഹായിക്കുക. അവർക്ക് ഒരാൾക്ക് ഒരു ഹെൽപ്പായാൽ മതി, നമ്മുടെ ജീവിതം അത്രയും ഇതായില്ലേ. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ ദോഷം തീരുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ ജാതകത്തിലെ വ്യാഴം ഏത് രാശിയിൽ നിൽക്കുന്നു, ഏത് സ്ഥലത്ത് നിൽക്കുന്നു, ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു, ഏതാളാണ് കൂടെ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്നതിനുള്ള ഫലത്തിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പൊതുഫലമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം എല്ലാവരെയും വിഷ്ണു ഭഗവാൻ ആശ്രയിക്കട്ടെ. അഷ്ടാക്ഷര മന്ത്രം അഷ്ടമത്തിൽ വ്യാഴമുള്ളവർ നിത്യവും കുറഞ്ഞത് ഒരു 36 ഉരുവെങ്കിലും ജപിക്കുക. 1008 ഒരു നേരമെങ്കിലും ജപിച്ചാൽ അത്രയും നല്ലത്. കുറഞ്ഞതൊരു 36 ഉരുവെങ്കിലും ജപിക്കുക, അല്ലെങ്കിൽ 108. ഇങ്ങനെ നിങ്ങളുടെ സമയം പോലെ കണക്ക് നോക്കുക. ഏകാദശി വ്രതങ്ങളും എടുത്തു പോയി. ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ കുറച്ചുകൂടി ഉയരത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി ദീക്ഷയായി സ്വീകരിച്ച്, സർവേശ്വര കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ദേവതയുടെ ഉപാസന നിങ്ങളുമായി ചേരുന്ന, ഈ 8ലെ വ്യാഴം മാത്രമല്ല മറ്റെല്ലാ ഗ്രഹങ്ങളുടെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് നോക്കിയിട്ട് നിങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ദേവതയെ ഗുരുവിൽ നിന്നും സ്വീകരിച്ച് അതിൻ്റെ പദ്ധതികൾ പഠിച്ച് നിത്യവും ജപിച്ച് സമർപ്പണത്തോടു കൂടി മുന്നോട്ട് പോവുക. ഐശ്വര്യം ഭഗവാൻ തരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശുക്രൻ്റെ അഷ്ടമത്തിലെ ഫലം നോക്കാം. രസമുള്ളൊരു ഫല അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.